എല്ലാവർക്കും നമസ്കാരം. പോളോ ആൻഡ് ഷാരൂസ് യൂണിവേഴ്സിലെ മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ ഒക്ടോബറിലെ പൂജ ഹോളിഡേയ്സിന് ആന്ധ്രാപ്രദേശിലുള്ള ഹോഴ്സ്ലി ഹിൽസിലേക്ക് പോയ യാത്രയുടെ വിവരങ്ങളാണ്. ഒരു കിലോമീറ്റർ റോഡിനെ ഒരു ഓവൽ ഷേപ്പിലാക്കിയാൽ എന്തോരം ഉണ്ടാവും, അത്രയാണ് ഈ ഹോഴ്സ്ലി ഹിൽസ് ആകെ ഉള്ളത്. അവിടെ ഒരു മിനി സൂ ഉണ്ട്, പിന്നെ റിസോർട്ട്, സൺറൈസ് പോയിൻ്റ്, സൺസെറ്റ് പോയിൻ്റ്. ഇത്രയുമുള്ളൂ ഈ ചെറിയ മിനി ഊട്ടി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഹോഴ്സ്ലി ഹിൽസിൽ. ഹായ് ഗൈസ്, നമ്മള് ഹോഴ്സ്ലി ആണോ ഹോഴ്സ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല, നമ്മള് ഇറങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന്. രണ്ടു ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 1 ഡേ, ഇന്ന് പോയി നാളെ വരും, അങ്ങനത്തെ ട്രിപ്പ്. പൊന്നമ്മ ബാംഗ്ലൂർ വന്നിട്ട് മൈസൂര് പോയിട്ടുണ്ട്. ഇതിപ്പോ അവളുടെ സെക്കൻഡ് ട്രിപ്പാണ്. പുറകില് കണ്ണൊക്കെ എഴുതി ബൂട്ടി പോട്ടൊക്കെ തൊട്ടൊരാളിരിക്കണേണ്ട. പൊന്നോ ഒന്നും പിടിച്ചിട്ടില്ല, എല്ലാം പ്രതിഷേധം. ബാംഗ്ലൂരിൽ നിന്നും ഒരു ഷോർട്ട് ട്രിപ്പ്, ഒരു 1 ഡേ, ഒരു വീക്കെൻഡ് എല്ലാം ഒന്ന് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്നും 150 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഹോഴ്സ്ലി ഹിൽസിലേക്കുള്ളൂ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഹൈവേയിലൂടെ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമ്മൾ പോകുന്ന വഴി ചെല്ലുമ്പോൾ ചെറിയ ഗ്രാമങ്ങൾ, തെങ്ങിൻ തോട്ടങ്ങൾ, കാറ്റിൻ്റെ ശബ്ദം എല്ലാം ചേർന്ന ഒരു റൂറൽ വൈബ്. എവിടെയും പച്ചപ്പും മലകളും മാത്രം. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പറമ എങ്ങോട്ടാ പോണേ? പറമ എങ്ങോട്ടാ പോണേ? ഉണ്ട് 2 മണിക്കൂർ, 3.5 മണിക്കൂറാണ് ടോട്ടൽ. ആരുടെ വണ്ടി ഓടിക്കാൻ പോണേ? ഫോണടിച്ചോ? പി മൈസൂരിലേക്ക് പോയപ്പോൾ നമ്മുടെ പാറക്കുട്ടൻ അടങ്ങി ഒതുങ്ങിയിരുന്നത് പോലെ ഇവിടെയും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ കാറിൽ നല്ല രീതിക്ക് തന്നെ ഇരിക്കുകയായിരുന്നു. കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നല്ല നല്ല കാഴ്ചകളും കണ്ട് ആളവിടെയിരുന്നു. അങ്ങനെ കയറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല, നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതാണ്. എന്നാൽ കുറേ ഇങ്ങനെ സൈഡിലിരുന്നൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളിതാ ഹോഴ്സ്ലി ഹിൽസിൻ്റെ വെൽക്കം ബോർഡ് കണ്ടു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഘാട്ട് റോഡിലേക്കാണ്. ഇതിലൂടെയുള്ള ഡ്രൈവ് വളരെ മനോഹരം തന്നെയാണ്. ഫസ്റ്റ് കാർഡാണോ ഇത്? ഇത് മുത്തിന്റെ ഫസ്റ്റ് കാർഡാണോ ഇത്? ആണോ? ചക്കുന്റെ ഫസ്റ്റ് കാർഡാണോ ഇത്? അനുമ്മ കുംബ്ലി സക്കുന്റെ ഫസ്റ്റ് കാർഡ്. ഇതാണ് നമ്മളുടെ ഗംഗോത്രി. ഇവിടുത്തെ വൃത്തികെട്ട കുറഞ്ഞു പ്രകൃതി ആസ്വദിക്കുന്ന പൊന്നി അല്ലേ അല്ലേ? ഇതാണ് ഗംഗോത്രി ലേക്ക് വ്യൂ പോയിൻ്റ്. നല്ല പച്ചപ്പുള്ള ചെറിയൊരു കാട്ടിലെ ഒരു കുഞ്ഞു ലേക്ക്. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു.
ഒരു ചെറിയ തടാകം പോലെ തോന്നുന്ന ഈ സ്ഥലം ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് വിശ്രമിച്ചു, കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു, വീഡിയോസ് എടുത്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അതിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടി. ഇത്ര ഉള്ളു കാണാൻ, ഇതൊക്കെ തന്നെ ഉള്ളു. ഹോഴ്സ്ലി ഹിൽസിൽ അങ്ങനെ ഒരുപാട് റിസോർട്ടുകളോ സ്റ്റേ അടിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നുമില്ല. 2 or 3 പ്രൈവറ്റ് റിസോർട്ടുകളുണ്ട്. പിന്നെ ഒന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ഗവൺമെൻറ് വക ഒരു സ്റ്റേ അടിക്കാനൊരു സ്ഥലവുമുണ്ട്. പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഗൂഗിളിൽ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് റിവ്യൂസിൽ പറഞ്ഞൊരു സ്ഥലമാണ് ഈ പറഞ്ഞ VSR വിൻഡ് വേവ്. ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റും നല്ലതാണെന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ഇവിടെ റെസ്റ്റോറൻറ്റിനും അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു റെസ്റ്റോറൻറ്റും പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ തട്ടുകട പോലെ ഒരു സെറ്റപ്പൊക്കെയാണ്. ഏകദേശം 9 മണിയായപ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 12:30 ആയിരുന്നു. ലഞ്ചിൻ്റെ സമയവും ഇവിടുത്തെ ചെക്ക് ഇൻ സമയവുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇതായിരുന്നു നമ്മളുടെ റിസോർട്ടിലെ ആ ഒരു റൂം എന്ന് പറയുന്നത്. ഇവിടുത്തെ റൂം നമ്മൾ ഓൺലൈൻ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. ഇവിടെ 3 കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡീലക്സ് റൂം, ഡബിൾ ഡീലക്സ് റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടായിരുന്നു. മനടാ പാറുകൂട്ടം മനണ്ടടാ. ഞങ്ങൾ ഹോഴ്സ്ലിയിൽ എത്തി ഗൈസ്. ഇവിടെ നല്ല വെയിലാണ് ഗൈസ് അല്ലേ? ഈ ഒരു സമയമെന്ന് പറയുന്നത് പാറക്കുട്ടൻ ഓടി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ റൂമിൽ ചെന്ന പാടെ ആൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ വിശ്രമിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾ പോയത്. ആ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അതാണ് അവര് പറഞ്ഞ വാതില് മുറിയുടെ തുറന്നിട്ടത് കുറങ്ങും കയറുന്നു. കുഴപ്പക്കാരായിരിക്കില്ലെന്ന് വിചാരിക്കല്ലേ. കുരങ്ങന്മാരെ കണ്ടപ്പോൾ പിന്നെ അതൊരു കൗതുകമായി. ഒരു കൂട്ടമായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെയൊക്കെ അടുത്ത് വന്ന് ഈ കുരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം എഴുന്നേറ്റ് പോയതിന് ശേഷം ആ കുപ്പിയിലുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ റിസോർട്ടിൻ്റെ ചുറ്റിനും മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുൾ കുരങ്ങന്മാരായിരുന്നു. അതിലൂടെയൊക്കെ കുരങ്ങന്മാർ ഓടി നടക്കുമായിരുന്നു. കുട്ടി കുരങ്ങന്മാർ മുതൽ വലിയ കുരങ്ങന്മാർ വരെ എല്ലാം ഉണ്ടായിരുന്നു. പാറുക്കുട്ടനും അതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു. പിന്നീട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഒരുപാട് സീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ സ്ഥലം തന്നെയായിരുന്നു. ആകെയുള്ളൊരു പ്രശ്നം പുറത്തിരിക്കാൻ പറ്റില്ല, കാരണം കുരങ്ങന്മാർ വരും. അകത്തിരിക്കുമ്പോൾ അവരുടെ ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പോക്ക കുറച്ചടിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അവിടെ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസും ചിക്കൻ കറി, ചപ്പാത്തി, അങ്ങനെ ഓരോ ഐറ്റംസാണ് ഞങ്ങളവിടെ പറഞ്ഞത്. പിന്നെ ഒരു പിസയും പറഞ്ഞിരുന്നു, ലോലിപോപ്പ് അങ്ങനത്തെ എല്ലാം പറഞ്ഞു. ഇവിടുത്തെ ചിക്കൻ കറി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഞങ്ങൾ കൂടെ ഉള്ളവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മേ ബി അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഒരു ആന്ധ്ര സ്റ്റൈൽ പോലെ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. പിന്നെയുള്ളത് ഇവിടുത്തെ പിസ്സ നല്ല അടിപൊളി സംഭവമായിരുന്നു. ലോലിപോപ്പും നല്ലതായിരുന്നു. പിന്നെ ചപ്പാത്തിയും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കഴിച്ചു. ഫ്രൈഡ് റൈസും അത്യാവശ്യം നല്ലതായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് അവിടെ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റിസോർട്ടിൻ്റെ പുറത്ത് വന്നിരുന്നു. പൊന്നിക്കുട്ടൻ ഇവിടെ ഊഞ്ഞാലിലൊക്കെ കുറേ നേരം ആടി. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. അങ്ങനെ ഒരു ചെറിയൊരു കിഡ്സ് ഏരിയ പോലെ അങ്ങനത്തെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നീട്
അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. ഹോസ്ലി ഹിൽസിൻ്റെ കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു സ്ഥലത്തെ സ്പെഷ്യലാക്കുന്നത്. വർഷം മുഴുവനും ഈ ഒരു തണുപ്പും കാറ്റും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാധാരണയായിട്ടൊരു 18 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സാധാരണ കാണുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെ എന്ന് പറയുന്നത് ചെറിയൊരു വേനൽക്കാലമാണ്. യാത്ര ചെയ്യാൻ ഒരു അനുകൂല സാഹചര്യം തന്നെയാണത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്നൊക്കെ പറയുന്നത് ഒരു മഴക്കാലം, അങ്ങനത്തെ ഒരു സീസണൊക്കെയാണ്. ആ സമയത്ത് നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഒക്ടോബർ ഫെബ്രുവരി ആ ഒരു ഗ്യാപ്പിലാണ് ഏറ്റവും നല്ല കൂളായിട്ടുള്ളൊരു ഈ മഞ്ഞ് നിറഞ്ഞ ഒരു ക്ലൈമറ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ചുമ്മാ നമ്മളുടെ റിസോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും കുരങ്ങന്മാരുടെയൊക്കെ ഒരു കൂട്ടം തന്നെ കണ്ടത്. നമുക്ക് പാർക്കിംഗ് ഇതിൻ്റെ അകത്തുകൊണ്ട് പുറത്തും നമുക്ക് പാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കാറിലാണ് ഇറങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആകെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാറ് ഇടയിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. ഒരു നല്ലൊരു ക്ലൈമറ്റ്, അങ്ങനെ വെയിലും ഇല്ല, അത്യാവശ്യം നല്ലൊരു കൂൾ ടെമ്പറേച്ചറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ ഏതൊരു ഹോസ്പിറ്റലോ മെഡിക്കൽ സെൻറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ അതിൽ നടന്ന് നമ്മൾ സൂവിൻ്റെ സൈഡിലെത്തി. ഇവിടുത്തെ സൂ എന്ന് പറഞ്ഞാൽ തമാശയാണ്. നമ്മൾ ഈ സാധാരണ സൂ പോലെ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. 2 എമ്പുണ്ട്, 3 മുയലുണ്ട്, ഒരു 4-5 ആമകളുണ്ട്, 3 മുതലുണ്ടായി, 2 മാനും ഉണ്ടായി. ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മാനിനെ ഇത്ര തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നാലും ചിലരൊക്കെ അങ്ങനെ കൊടുക്കുന്നത് കണ്ടു. പിന്നെ നമ്മളുടെ പൊന്നിക്കുട്ടനും ഇതുപോലെ മാനിനെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞാൽ വളരെ കുറച്ച് അനിമൽസ് ഇവിടെ ഉള്ളൂ, പക്ഷേ ഒരു ക്യൂട്ട് എക്സ്പീരിയൻസ് ആണ്. എന്തോ 20 രൂപയോ 25 രൂപയോ എന്തോ ആയിരുന്നു ഇവിടുത്തെ എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നത്. അകത്തോട്ട് കയറി നമ്മളുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബോർഡ് ഉണ്ട്, ഇങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ കീഴിലാണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ്റനൻസ് സത്യം പറഞ്ഞാൽ അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ കൂട്ടിക്കിടക്കുന്ന മൃഗങ്ങളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രോപ്പറായിട്ട് തീറ്റ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അവയെ അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. മയില് കരയരുത് കേട്ടോ. ഇത് തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ടോ? ഇപ്പോൾ അത് പണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ക്രോക്കഡൈൽ ആയിരുന്നിരിക്കുമെന്ന് കഴിഞ്ഞ വർഷം 3 ഉണ്ടായില്ലേ, അപ്പം അതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. മുയലുണ്ട്. ക്യാബേജിന്റെ എനിക്കും ഗിനിനെ പോലെ തോന്നിയ. മ്യൂസിയം ആൻഡ് ക്രോക്കഡൈൽ പാർക്ക് അവിടെ കേട്ടോ. ഐ ലവ് ഹോസ്ലി ഹിൽസിൻ്റെ ഫോട്ടോ എടുക്കാൻ അവിടെ. ഈ കേജിനകത്തും നമ്മളൊന്നും കാണുന്നില്ല. ഇവിടെ പ്രാവ്, ഇതിനകത്ത് പ്രാവുണ്ട്. ആമ, ആമയുണ്ട്.
ഓ നക്ഷത്രാമ 30 മുതൽ 80 കൊല്ലം. നക്ഷത്രാമേനെ ഞാൻ സത്യം പറയാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും അതൊക്കെ അത്യാവശ്യം കാണാനുണ്ട്. ഇവിടുത്തെ ഒരു ഏരിയ ഫുള്ള് ചെറുതാണെങ്കിലും നമുക്കൊരു 20-30 മിനിറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സൂവിൻ്റെ അകത്ത് തന്നെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള, റിലാക്സ് ചെയ്യാനുള്ള ബെഞ്ചസൊക്കെ ഉണ്ട്. നമുക്കൊരു ഫ്രഷ് എയർ എൻജോയ്മെൻ്റ് ആണ്. ഈ സൂവിൻ്റെ അകത്താണ് ഈ നമ്മളുടെ ബംഗ്ലാവ് വരുന്നത്. WH ഹോസ്ലി പണ്ട് താമസിച്ചിരുന്ന, പുള്ളിക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ സൃഷ്ടിച്ച ബംഗ്ലാവാണിത്. പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് കളക്ടറാണ് ഈ WH ഹോസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഹിൽസ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹോസ്ലി ഹിൽസ് എന്ന പേര് ഇവിടെ കിട്ടിയത്. അദ്ദേഹത്തിന് ഈ വേനൽക്കാലത്ത് ചൂട് സഹിക്കാനാവാതെ മലകളിലേക്ക് വന്ന് ഇവിടെ സ്ഥാപിച്ചൊരു ബംഗ്ലാവാണ്, സമ്മർ ബംഗ്ലാവാണത്. അതാണ് ഇന്നത്തെ ഹോസ്ലി ബംഗ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹോസ്ലി ഹിൽസിൻ്റെ ആ സൈഡിൽ കാണുന്ന ഒരു യൂക്കാലിപ്റ്റസ് മരം, ഈ ഒരു മരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് ഈ WH ഹോസ്ലി തന്നെ നട്ട ഒരു മരമാണിത്. ഇപ്പോഴത്തെ ആ മരം ഏകദേശം 150 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാറ കൊണ്ട് പണിത ആ ഒരു ബംഗ്ലാവും ഇതിനു ചുറ്റുമുള്ള ആ ഒരു മനോഹരമായ ഒരു ഗാർഡനും, ഇതെല്ലാം ആ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൻ്റെ ഓർമ്മകൾ നമുക്ക് അയവിറക്കാനാകും. പിന്നെ അവിടെ കണ്ട ഒരു ആന്ധ്രാപ്രദേശ് പോലീസുകാരനോട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. പുള്ളിയുടെ വീട് ഈ ഹോസ്റ്റലിൽ തന്നെയാണ്, അതിൻ്റെ ബോർഡറിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഭാഷ അറിയാത്ത കാരണം അറിയാവുന്ന കന്നഡയും തമിഴൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വഴി കുറച്ച് ചുമ്മാ നടന്നു നോക്കി. അതൊരു ഡെഡ് എൻഡ് പോലെ ആയിരുന്നു. ജസ്റ്റ് ഒരു ഇച്ചിരി ഒന്ന് നടന്നു. ഒരു മരങ്ങൾക്കിടയിൽ കൂടെയൊക്കെ നടക്കാനൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചങ്ങ് നടന്നതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോരുകയായിരുന്നു. ഈ ഒരു ഫുൾ സൂ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. എന്നാലത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊരു ഗെയിം റിസർവ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് വേട്ടയാടലിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് ഇതൊരു സംരക്ഷിത വനമേഖലയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് ഒരു മിനി സൂ എന്ന പേരിൽ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എൻവയോൺമെൻറ്റൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ടവർ പോലെ ഉണ്ടായിരുന്നു, ഒരു വ്യൂ പോയിൻ്റ്. അവിടെ നിന്ന് ഈ ദൂരെയുള്ള മലകളൊക്കെ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് നമ്മൾ പയ്യെ തിരിച്ച് നടന്നു തുടങ്ങി. ഇനി സൈഡിൽ തന്നെ ഒരു ക്രോക്കഡൈൽ പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ മുതലുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത കാരണം അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴി ചെറിയൊരു പോണ്ട് പോലെ സൃഷ്ടിച്ചിട്ട് അവർ അവിടെ ഈ താറാവുകളൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ആകർഷിക്കാൻ മാത്രം ഈ സൂവിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു 10-20 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വരുന്നവർ ഈ സൂവും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷമാണ് നമ്മൾ ക്രോക്കഡൈൽ പാർക്കിൻ്റെ ഒരു ഏരിയയുടെ അങ്ങോട്ടേക്ക് പോയത്. അവിടെ 3 മുതലകളാണ് ഉണ്ടായിരുന്നത്. അനങ്ങാതെ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. ഈയൊരു സൂവിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു തടാകമുണ്ട്. അവിടെ പെഡൽ ബോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ പാറക്കെട്ട് പോലെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നടക്കാൻ സ്ഥലങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാം. പിന്നെ പെഡൽ ബോട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ പിന്നെ അത് നോക്കിയില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഈ സമയം മുഴുവൻ നമ്മുടെ പൊന്നിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ കൂടുതൽ സമയം ഇരിക്കാൻ നിന്നില്ല. കൊച്ചിനെ കിടത്താമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോകാൻ തന്നെ നോക്കുകയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഹോസ്ലി ഹിൽസ് ശരിക്കും ഇങ്ങനെ സ്റ്റേ അടിച്ച് നിൽക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വൺ ഡേ ആയിട്ടാണ് വരുന്നതെങ്കിലും ഇപ്പോൾ സൺറൈസ് കാണാൻ താല്പര്യമുള്ളവർക്ക് അതുവരെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ സൂ ഒക്കെ ഉപയോഗിക്കാം. ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങൾ, പിന്നെ റിലാക്സേഷൻ ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ നടന്ന് പോകുന്ന വഴി ഒരു കിഡ്സ് ഏരിയ ഉണ്ട്. അവിടെ ഊഞ്ഞാലും അങ്ങനെ ചെറിയൊരു പാർക്ക് പോലെ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാനും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്കത് ഉപയോഗിക്കാം. വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ വരുന്ന വഴി അങ്ങനെ ഒരുപാട് തിരക്കൊന്നും കണ്ടില്ലെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് തന്നെ. ഇതൊന്നും ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ല, എല്ലാവരും വന്നും പോയിരിക്കുന്നവരാണ്. കൂടുതൽ പേരും വൺ ഡേ എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നു പോകുന്നത്.
പിന്നെ കൊച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ അന്ന് തന്നെ നമ്മൾ തിരിച്ച് പോകാമെങ്കിൽ സൺസെറ്റ് കണ്ടതിന് ശേഷം ഒരു 6 മണി 6:30 ശേഷമാണ് നമ്മൾ പോകുന്നതെങ്കിൽ തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു 10-11 മണിയാവും. അപ്പോൾ അത്രയും ലേറ്റാക്കി വെറുതെ ഹെക്റ്റിക് ആക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സ്റ്റേ അടിക്കാൻ തീരുമാനിച്ചത്. തിരികെ ഞങ്ങൾ സൂവിൽ നിന്ന് നേരെ വന്നത് റിസോർട്ടിലേക്കാണ്. അവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ പൊന്നിക്കുട്ടൻ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ നടക്കാൻ പോയി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വ്യൂ പോയിൻ്റ് ഉള്ളത്. പോകുന്ന വഴി നമ്മൾ ഈ ഹട്ടിൻ്റെ ഒക്കെ ചെറിയ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുന്നുള്ളൂ. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം ചെന്ന് നിന്നപ്പോൾ അങ്ങനെ വലിയ സുഖം തോന്നിയില്ല. പക്ഷേ കുറച്ചങ്ങ് അടുത്തോട്ട് പോയതോടെ നല്ല കാറ്റായിരുന്നു. പിന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ദൂരെ നല്ല വ്യൂ പോയിൻറ്റ്സ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. താഴെയുള്ള സിറ്റിയൊക്കെ നമുക്ക് കാണാം. ഒരുപാട് പേര് ഇവിടെ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിയിലെല്ലാം കുറേ കുപ്പിച്ചില്ലുകൾ കിടപ്പുണ്ട്. അതായത് രാത്രി വെള്ളമടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അവരെല്ലാം കുടിച്ചതിന് ശേഷം ചില്ലുകുപ്പിയൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പോൾ അത് കാരണം കുപ്പിച്ചില്ലുകളൊക്കെ അവിടെ ഫുൾ ചെതറി കിടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം എന്നത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെയാണ് ഇവിടെ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. ചെരുപ്പൊക്കെ നല്ല കട്ടിയുള്ള ചെരുപ്പൊക്കെ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ മാക്സിമം വീഴാതെ ഇരിക്കുക. കാരണം വീണ് കഴിഞ്ഞാൽ നേരെ കുപ്പിച്ചില്ലിലൊക്കെ ആയിരിക്കും കൈ കുത്തുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതാണ് ഇവിടുത്തെ ഒരു മെയിൻ്റനൻസ് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൂവിൻ്റെ ആണെങ്കിലും മെയിൻ്റനൻസ് അത്ര പോരാ എന്ന് തോന്നി. ഈ ഒരു ഏരിയയിൽ നമുക്കിവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ തൊട്ടപ്പുറത്തുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു മെയിൻ്റനൻസ് അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമുക്കിവിടെ കിട്ടും. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് നടക്കാനുണ്ട്. നല്ല രസമായിരുന്നു. ഇവിടുത്തെ കാറ്റിലും ഒരു നല്ലൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു. പിന്നെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺസെറ്റിൻ്റെ ഒരു ഓറഞ്ച് കളർ പോലെ തോന്നുമ്പോൾ നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും എത്ര വീഡിയോസ് എടുത്താലും മതി വരുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ല ഭംഗിയിലായിരുന്നു. പിന്നെ വ്യൂ പോയിൻ്റ് ഈ ഫുൾ പച്ചപ്പൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരുപാട് നേരം ഞങ്ങളിവിടെ വിശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു. പൊന്നിക്കുട്ടനും അത്യാവശ്യം നല്ല സന്തോഷമായി. ആളെ പാർക്കല്ലിലിരുത്തിയപ്പോൾ അങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ ഇവിടെ കുറേ നേരം വന്നിരിക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു തമിഴ്നാട് ഫാമിലീനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്ചര്യമായി. കാരണം കേരളത്തിൽ നിന്ന്, അതായത് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ ഈ ഒരു ഹോസ്ലി ഹിൽസ് കാണാൻ വേണ്ടി, ഈ ഒരു ചെറിയ സ്ഥലം കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു അല്ല, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഒരു 3.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ. കാരണം അല്ലെങ്കിൽ ഇവിടെ അതിനും മാത്രം കാണാനുണ്ടോയെന്ന് അവർക്ക് അതിനൊരു ആശ്ചര്യം പോലെയാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പ്, ഒരു വീക്കെൻഡ് ട്രിപ്പ് ഫ്രം ബാംഗ്ലൂർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നടക്കുന്നതിനിടയിൽ വെള്ളക്കെട്ടിൽ കണ്ട ഒരു ഐറ്റമാണിത്. ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? അതാണ് ഈ സ്ഥലത്തിൻ്റെ അമ്മ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങളെന്ന് തവളപ്പത്തല നിറച്ച് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഓടുക. അപ്പൊ ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങള് വെള്ളത്തിൻ്റെ ഉള്ളിൽ. പൊന്നിക്കുട്ടനും അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു. ഒരുപാട് കളിയും ചിരിയൊക്കെയായിരുന്നു. അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു. നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി. ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ നിന്നും ഇപ്പോൾ വർക്ക് സ്ട്രെസ്സിൽ നിന്നൊക്കെ നമുക്കൊരു റിലാക്സേഷൻ വേണമെങ്കിൽ ഒരു വീക്കെൻഡൊക്കെ വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഹോസ്ലി. ഹോസ്ലി ആക്ച്വലി ഒരു എന്താ പറയാ, ഭയങ്കര ബിസി ആയിട്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി വെറുതെ ചില്ല് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം, അങ്ങനെയൊക്കെ പറ്റുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ വരാം. കുറേ വ്യൂ പോയിന്റ്സ് മാത്രം പ്രതീക്ഷ വന്നാൽ മതി. ആക്ച്വലി അല്ലാണ്ട് വേറെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സൂ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. 3 ക്രോക്കഡൈലുണ്ട്, 3 മുയലുണ്ട്, 4 മാനുണ്ട്, 4 മയിലുണ്ട്, പിന്നെ 3 എമുണ്ട്. ഇത്രേ ഉള്ളൂ സൂവില്. നല്ല ഹാപ്പി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
കേരളത്തിൽ നിന്നേ വരാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മേ ബി നിങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് കമ്പെയിൻ ചെയ്യേണ്ടി വരും. ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ ഒരുപാട് ഹിൽസും നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉള്ള വേറെ സ്ഥലങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഞങ്ങൾ പിന്നെ വേറെ സ്ഥലമായിട്ട് കമ്പെയിൻ ചെയ്തില്ല, കാരണം തിരിച്ച് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ഈ ഒരു റിസോർട്ട്, ഈ ഒരു കോട്ടേജിലൊക്കെ താമസിക്കാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അവിടെ വെച്ചാൽ അങ്ങോട്ട് നോക്കണം. കളിക്കുഞ്ഞാൻ ദൂരെ നോക്കാൻ എടുക്കാൻ പറ്റുന്നു. മുത്ത എവിടെയാ? മുത്തേ അരിയ ആദ്ര മുത്തേ അക്കട് മുത്തേ ചക്കട് മുത്തേ അടി ചുന്തിരി മുത്തേ അച്ഛാ മുത്തേ എവിടെ പോയി? മുത്തേ മുത്തേ എവിടെ പോയി? അങ്ങനെ കുറേ വിശ്രമത്തിനൊക്കെ ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ സമയത്ത് കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല, കാരണം പകൽ സമയത്ത് ഫുൾ കുരങ്ങന്മാരായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ രാത്രി ആയപ്പോഴേക്കും ഒറ്റണത്തിനെ കാണാനില്ല, എല്ലാം എവിടേക്കോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. അപ്പോൾ ഞങ്ങൾ മുകളിൽ കുരങ്ങന്മാരില്ലാത്ത കാരണം ഏറ്റവും മുകളിൽ ബാൽക്കണി ഏരിയ പോലത്തെ സ്ഥലത്താണ് ഞങ്ങൾ ഓപ്പൺ ഇതിലാണ് ഇരുന്നത്. ഉച്ചലത്തെ പോലെ തന്നെ പിസയൊക്കെ കഴിച്ചു. നല്ല ഇവിടുത്തെ പിസ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കൻ 65ഉം പിന്നെ വേറെന്താ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡൊക്കെ അടിച്ചിട്ടാണ് അന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ സൺറൈസ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എണീറ്റു. പിന്നെ അതിന് നല്ല ക്ലൈമറ്റ് കാരണം, നല്ല തണുപ്പൊക്കെ കാരണം കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ ആ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് തിരിച്ച് വന്നത്. പക്ഷെ വന്നപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഭയങ്കര കാറ്റായിരുന്നു. ലൈക്ക് അത്രയും കാറ്റായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായ പോലെയല്ല, ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ ഇതാണ് കല്യാണി പാറ. അതായത് സാധാരണ കല്ലുകൾക്ക് ഈ ഇറോഷനൊക്കെ സംഭവിക്കുന്നത് വെള്ളത്തിലൊക്കെ കിടക്കുമ്പോഴേ, ഇത് കാറ്റ് കൊണ്ട് ഇറോഷൻ സംഭവിച്ചൊരു വലിയൊരു സ്റ്റോണാണ്. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ ദോശയും ഇഡ്ഡലി അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് അന്ന് ഞങ്ങൾ യാത്ര തിരിച്ചത്. നമ്മളുടെ തിരികെ ബാംഗ്ലൂരിലേക്ക്, നമ്മളുടെ ബിസി ലൈഫ്, വർക്ക് ലൈഫ്, അതിലേക്ക് നമ്മൾ തിരികെ പോരുകയായിരുന്നു. കഴിഞ്ഞു. ബാക്ക് ടു എലഗൻ പ്രൈഡ്. കുഞ്ഞു അസ്തുലു ആച്ച് ബൈ ബൈ ഗൈസ്. ടാറ്റാ ടാറ്റാ പാറു ടാറ്റാ. തിരിഞ്ഞാട്ടോണ്ടിരിക്കുന്നു. തിരിച്ച് കാറിൽ കയറിയപ്പോൾ തൊട്ട് അവൾ ഡർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് മനസ്സിലായി ടാറ്റ പോവാമെന്ന്. നമ്മൾ അങ്ങനെ അന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിലോട്ട് ഒരുപാട് പ്രതീക്ഷിക്കരുത്, എന്നാൽ ഒരു വൺ ടൈം വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ഹോസ്ലി ഹിൽസ്. പിന്നെ വേറെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ട്രിപ്പ് പോവുക. ഈ ഒരു സ്ഥലം മാത്രമാക്കാതെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുക, യാത്ര ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ തിരിച്ച് എലഗൻ പ്രൈഡിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ഞങ്ങളുടെ മറ്റു വീഡിയോസും കാണുക. അങ്ങനെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. ഒരു ലൈക്കും ഒരു കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ളത് ഫുൾ ഫോട്ടോസാണ്. നമ്മൾ ഈ ട്രിപ്പിനിടയിൽ എടുത്ത ഫുൾ ഫോട്ടോസുണ്ട്, അതും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഇനി ഓഡിയോ ഉണ്ടാവില്ല. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ടേക്ക് കെയർ.